ഈ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ശാന്തമായ ഒരിടം കണ്ടെത്തുക. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നട്ടെല്ല് നിവർത്തിയിരിക്കാം, അല്ലെങ്കിൽ കിടക്കുകയുമാവാം. നിങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ടാവാം. ഒരുപക്ഷെ മനസ്സ് അസ്വസ്ഥമായിരിക്കാം. ഏകാന്തതയുടെ ഒരു തണുപ്പ് നിങ്ങളെ പൊതിയുന്നുണ്ടാവാം. അതെന്തായാലും സാരമില്ല. ഈ നിമിഷം നിങ്ങളുടേതാണ്. നിങ്ങളുടെ ശ്വാസം വീണ്ടെടുക്കാനുള്ള സമയമാണിത്. സാവധാനം കണ്ണുകളടച്ച് ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുക. അതിനെ സാവധാനം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ആഴത്തിൽ ശ്വാസമെടുക്കുക. പൂർണ്ണമായി പുറത്തേക്ക് വിടുക. ഇവിടെ നിങ്ങളെ വിധിക്കാൻ ആരുമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ അതേപടി അംഗീകരിക്കാൻ തയ്യാറാവുക. ഒരാളും നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്രമം നൽകുക. പുരികങ്ങൾക്കിടയിലുള്ള പിരിമുറുക്കം അയയട്ടെ. താടിയെല്ലുകൾക്ക് വിശ്രമം നൽകുക. കഴുത്തിലും തോളുകളിലുമുള്ള ഭാരം പതിയെ താഴേക്ക് അടിയുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരമിരിക്കുന്ന പ്രതലത്തിലേക്ക്, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അത് ശാന്തമായി ചേർന്ന് ഇരിക്കുന്നതായിട്ട് അനുഭവിക്കുക. നിങ്ങൾ സുരക്ഷിതരാണ്. ഈ നിമിഷം നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ട. അവ വരികയും പോവുകയും ചെയ്യട്ടെ. ആ ചിന്തകളിൽ മുഴുകാതെ ഒരു പുഴയുടെ തീരത്തിരുന്ന് ഒഴുകിപ്പോകുന്ന ഇലകളെ നോക്കിക്കാണുന്നത് പോലെ നിങ്ങളുടെ ചിന്തകളെയും നോക്കിക്കാണുക. ഒരു കാഴ്ചക്കാരനെ പോലെ നിങ്ങളുടെ ചിന്തകൾ വന്നും പോയുമിരിക്കുന്നത് നോക്കിക്കാണുക. അതിന് സാക്ഷിയാവുക. നിങ്ങൾ ഇവിടെയായിരിക്കുന്നതിനൊരു കാരണമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാൻ, ഒരു ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ആന്തരികമായ യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഓരോ ചോദ്യത്തിനു ശേഷവും അല്പസമയം നിശബ്ദതയുണ്ടാകും. ആ നിശബ്ദതയിൽ നിങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി ഉത്തരം വന്നില്ലെങ്കിലും സാരമില്ല. ചോദ്യത്തോടൊപ്പം അല്പസമയം ചിലവഴിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ നിമിഷം നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വികാരം എന്താണ്? അതിന് ഒരു പേര് നൽകാൻ ശ്രമിക്കുക. ഭയമാണോ? ദുഃഖമാണോ? നിരാശയാണോ? അതിനെ പേര് ചൊല്ലി വിളിക്കുക.
ഇനി ആ വികാരത്തിലേക്ക് ഒരു ശ്വാസമെടുക്കുക. അടുത്ത ചോദ്യം ഇതാണ്: യഥാർത്ഥത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനെയാണ്? ആഴത്തിലുള്ള ആ ഭയത്തെ ഒന്ന് തൊട്ടു നോക്കുക. അതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് നിങ്ങളെ അലട്ടുന്ന ആ ഭയം? അതോടൊപ്പം അല്പസമയം ചെലവഴിക്കുക. നിങ്ങൾ ആരുടെ പ്രതീക്ഷകളുടെ ഭാരമാണ് ചുമക്കുന്നത്? അത് നിങ്ങളുടെ പ്രതീക്ഷകളാണോ അതോ മറ്റാരുടെയെങ്കിലുമാണോ? ഈ പ്രതീക്ഷകൾ നിങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കാം. ഇനി കുറച്ചുകൂടി ആഴത്തിലേക്കൊന്ന് പോവാം. ഏത് സത്യത്തെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ മടിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലറിയാവുന്ന, എന്നാൽ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആ സത്യം എന്താണ്? നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഏകാന്തതയിൽ നിന്ന് പുറത്തു കടക്കാൻ, നിങ്ങൾ അനുഭവിക്കുന്ന ഭയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതീക്ഷകളുടെ ഭാരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഏത് ചെറിയ കാര്യമാണ്, ഏതൊരു ചെറിയ ചുവടാണ് നിങ്ങൾ എടുക്കേണ്ടത്? ചിലപ്പോൾ അതൊരു ഫോൺ കോളാവാം, ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നടക്കുന്നതാവാം, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുന്നതാവാം. എന്തുമായിക്കൊള്ളട്ടെ, അതെന്താണ് എന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഈ നിശബ്ദതയിൽ നിങ്ങളുടെ ഹൃദയം മന്ത്രിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരം. നിങ്ങൾ കടന്നു പോകുന്ന ഈ ചിന്തകളും അനുഭവങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരം. ഇത് മറ്റാർക്കും കണ്ടെത്തിത്തരാൻ കഴിയില്ല. ഈ നിശബ്ദതയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ വെളിച്ചം തെളിഞ്ഞിരിക്കാം. ഒരു പുതിയ ചിന്ത, ഒരു പുതിയ ആശയം, അല്ലെങ്കിൽ ഒരു ചെറിയ ആശ്വാസം. സത്യത്തിൻ്റെ ഒരു നേർത്ത നൂലാണ് നിങ്ങൾ കണ്ടെത്തിയതെങ്കിൽ പോലും അതിൽ മുറുകെ പിടിക്കുക. അതാണ് മുന്നോട്ടു പോകാനുള്ള നിങ്ങളുടെ വഴി.
ആരും കാണാത്ത, എന്നാൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തിയെ തിരിച്ചറിയുക. കൊടുങ്കാറ്റുകളെ അതിജീവിച്ച ഒരു പർവ്വതം പോലെ, തിരമാലകളെ നേരിട്ട ഒരു പാറ പോലെ ആ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. സാവധാനം നിങ്ങളുടെ ശ്രദ്ധ ഈ മുറിയിലേക്ക് തിരികെ കൊണ്ടുവരൂ. നിങ്ങളുടെ കൈവിരലുകളും കാൽവിരലുകളും പതിയെ ചലിപ്പിക്കുക. ഒരിടത്തും നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം തന്നെ ആ മാറ്റത്തിൻ്റെ തെളിവാണ്. നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഈ ശാന്തത എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഏതു ബഹളങ്ങൾക്കിടയിലും നിങ്ങൾക്ക് ഈ നിശബ്ദതയിലേക്ക് മടങ്ങിവരാൻ കഴിയും. കാരണം നിങ്ങൾ ശക്തിയുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ ബലം അത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ലഭിച്ച ആ വെളിച്ചത്തിനനുസരിച്ച് ആദ്യത്തെ ചുവട് വയ്ക്കുക. വലിയ മാറ്റങ്ങളെക്കുറിച്ച് ആകുലപ്പെടേണ്ട. ഒരു ചെറിയ ചുവട് മാത്രം മതി. മാറ്റങ്ങൾ അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ശാന്തമായി നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ഓർക്കുക, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ അതിശക്തനാണ്, അല്ലെങ്കിൽ ശക്തയാണ്. നിങ്ങൾ ഒരു വിവേകിയായ മനുഷ്യനാണ്. നിങ്ങൾ പോരാടാൻ തയ്യാറായ വ്യക്തിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏകാന്തതയെ തോൽപ്പിക്കാനായി ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളെടുത്ത ആ തീരുമാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏകാന്തതയെ ചെറുത്തു തോൽപ്പിക്കുക. ജീവിതത്തിൽ വിജയിക്കുക.